കോതമംഗലത്ത് ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ കമ്മിറ്റിയുടെയും മദ്യവിരുദ്ധ ഏകോപന സമിതി കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ കമ്മിറ്റിയുടെയും മദ്യവിരുദ്ധ ഏകോപന സമിതി കോതമംഗലം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ലഹരി സംസ്കാരത്തിനെതിരെ ലഹരിയുടെ വർദ്ധിച്ചുവരുന്ന ഉൽപാദനവും വിതരണവും ഉപയോഗവും നിയന്ത്രിക്കുന്നതിനു വേണ്ടി ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറിയ പള്ളിത്താഴത്ത് നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ കൂട്ടായ്മ KCBC മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ ജെയിംസ് ഐക്കരമറ്റം ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലക്കാരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഹരി കച്ചവടം നടക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് കോതമംഗലത്തേക്ക് വരും. കോതമംഗലത്ത് എവിടെയെന്ന് ചോദിച്ചാൽ നെല്ലിക്കുഴിയിലേക്ക് വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 3 വർഷം നെല്ലിക്കുഴിയിലുണ്ടായിരുന്നു. അവിടെ രാത്രി കാലങ്ങളിൽ ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മുടെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എത്രയോ ശോചനീയമാണെന്നുള്ളതാണ്. ബാറുകളുടെ എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. കള്ളുഷാപ്പുകളാണെങ്കിൽ 14,000-ഓളം. പിന്നെ മദ്യത്തിനേക്കാൾ ഭീകരമായി മാറിയിരിക്കുന്നത് രാസലഹരിയുടെ ഉപയോഗമാണ്. KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന മധ്യമേഖലാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു. മദ്യനിരോധന സമിതി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഏകോപന സമിതി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവത്ത്, ബിജു വെട്ടിക്കുഴ, ജോയ്സ് മുക്കുടം, MM അഷ്റഫ്, ചന്ദ്രലേഖ ശശിധരൻ, ജിജി പുളിക്കൽ, MM അബ്ദുൾ റഹ്മാൻ, ജോണി കണ്ണാടൻ, മോൻസി മങ്ങാട്ട്, പ്രൊഫസർ സിജു കൊട്ടാരം, ജോബി ജോസഫ്, ജോയി പടയാട്ടി, മാർട്ടിൻ കീഴേമാടൻ, ജോസഫ് ആന്റണി, ജോജോ എബ്രഹാം, ജോർജ് കൊടിയാറ്റ്, ANS കണ്ടത്തിൽ പറമ്പിൽ, ജോൺസൺ KP, ജിജു വർഗീസ്, പോൾ കുളങ്ങാടൻ, ജോയ് പനക്കൽ, ഷംസുദ്ദീൻ KM, PM ഹസൻ കുഞ്ഞ്, AM അലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.